സന്ദീപ് വാര്യർ, കെ സുരേന്ദ്രൻ ഒഴിയാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. താങ്കളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഈ കാര്യത്തിൽ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ രാവിലെ 10 മണിയോട് കൂടിയിട്ട് SKN എന്റെ നിലയം ഓഫ് ചെയ്ത് വെച്ചതാണ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ രാവിലെ 10 മണി വരെയുള്ള എന്റെ പഴയ പാർട്ടിയോടുള്ള എന്റെ വിമർശനങ്ങൾ, അത് തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ അക്കാര്യങ്ങളിൽ ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ വിധി എഴുതി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ രാവിലെ 10 മണിയോട് കൂടി ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടി സംബന്ധിച്ചിട്ടുള്ള അതിലെ ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ചുള്ള അഭിപ്രായം പറച്ചിൽ താങ്കളുടെ നിലയെ അടച്ചോ? അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ രാവിലെ 10 മണിക്ക് ഞാൻ ആ നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം അവസാനിപ്പിച്ചതാണ്. അല്ല, എന്നാലും ആ കുറച്ച് പ്രശ്നം ലീക്ക് ചെയ്യാമെന്ന് തോന്നുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണല്ലോ. കാരണം താങ്കളും വളരെ നിശ്ചിതമായ വിമർശനമാണ് കെ സുരേന്ദ്രനെതിരെ ഉയർത്തിയത്. മാത്രമല്ല, ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ബാധ്യത അദ്ദേഹമാണെന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ താങ്കൾ നടത്തിയതാണ്. അപ്പോൾ സന്ദീപ് വാര്യർ, താങ്കളെ പോലെയുള്ള ഒരു നിലപാട് വളരെ ശക്തമായി എടുത്തൊരാൾ, മറ്റൊരു പാർട്ടിയിലേക്ക് കയറാനെടുത്ത തീരുമാനമെടുത്തയാൾ ഈ കാര്യത്തിൽ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ താനും. അല്ല, ഞാൻ അതാ പറയുന്നത്. ഞാൻ ഇന്നലെ രാവിലെ 10 മണി വരെ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള എന്റെ സുദൃഢമായിട്ടുള്ള അഭിപ്രായം കേരളത്തിലെ മാധ്യമങ്ങളോട്, ആ മാധ്യമങ്ങൾ മുഖേന കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ പറഞ്ഞിട്ടുള്ളതാണ്. ആ നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം ഇപ്പോൾ കേരളത്തിലെ BJP-യിൽ നടക്കുന്ന ഈ ഗ്രൂപ്പ് പോരാട്ടത്തിൽ, ചക്കളത്തി പോരാട്ടത്തിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ കൈക്കോടാലിയായി മാറാൻ എനിക്ക് താല്പര്യമില്ല, ഉദ്ദേശമില്ല. കാരണം ഇപ്പോൾ കെ സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി എതിർപക്ഷത്തിന് സ്വാഭാവികമായിട്ടും എന്റെ പ്രതികരണങ്ങൾ ആവശ്യമുണ്ടായിരിക്കാം. ഞാൻ അതിന്റെ ഭാഗമായി മാറാൻ ആഗ്രഹിക്കുന്നില്ല. അവർ നിലപാട് പറയേണ്ട സമയത്തൊക്കെ അച്ചടക്കത്തിന്റെ അച്ചടക്കത്തിന്റെ ഭീതിയിൽ, അതല്ലെങ്കിൽ ഭയപ്പാടോടുകൂടി അഭിപ്രായം പറയാതെ ഇരുന്ന ആത്മാഭിമാനമില്ലാത്ത കുറെ ആളുകൾ ഇപ്പൊ ഒരു അവസരം വന്നപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് കസേര മോഹിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം മറുവശത്ത് സുരേന്ദ്രൻ ഒരു രാജി സന്നദ്ധത അറിയിച്ചു എന്നൊരു നാടകം ഒരുക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും രാജി വെക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്ന് ശ്രമിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന സമയത്ത് ലീഡർഷിപ്പ് അക്കൗണ്ടബിൾ ആയിരിക്കണം. സ്റ്റേറ്റ് പ്രസിഡന്റ് നേതൃത്വം നൽകിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. അദ്ദേഹം അക്കൗണ്ടബിൾ ആണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം രാജി വെക്കുകയാണ് വേണ്ടത്. സന്നദ്ധത അറിയിക്കല്ലോ വേണ്ടത്. രാജിവെച്ച് പുറത്തു പോവുകയല്ലേ വേണ്ടത്. അതല്ലേ മാതൃക, അതല്ലേ രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട ധാർമ്മികത. ആ ധാർമ്മികതയൊന്നും ഇല്ലാതെ തന്റെ ആളുകളെ കൊണ്ട് ഞാൻ രാജിവെച്ചേക്കും കേട്ടോ എന്ന് വിളിച്ചു പറയിപ്പിച്ചതിന് ശേഷം അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പുറകിൽ ആരെങ്കിലും വിളിച്ചു പറയുന്ന കരുതിയിട്ടാണ്. ഇതൊക്കെ നാടകമല്ലേ SKN? ഈ സന്ദീപ് വാര്യർ, ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സ്വന്തമായി രാജിവെച്ച് ഒഴിയാൻ കഴിയില്ലല്ലോ. അദ്ദേഹത്തിന്റെ സോഴ്സിൽ നിന്നല്ല തീർച്ചയായിട്ടും ഇത് ചോർന്നു വന്നത്. ഇത് ദേശീയ നേതൃത്വത്തിലെ ചില വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്നാണ് ദീപക് ധർമ്മടത്തിന് ഈ വാർത്ത ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയൊരു നാടകമാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. സന്ദീപ് വാര്യർ, ദീപക് ധർമ്മടത്തിന്റെ സോഴ്സ് സുവർണ പ്രസാദാണെന്ന് എനിക്കറിയാം. അതൊന്നും എന്നെ പഠിപ്പിക്കല്ലേ SKN. അതുകൊണ്ട് അതിലപ്പുറം ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇത് സുവർണ പ്രസാദ് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ വാർത്ത കൊടുക്കണം ചേട്ടാ, എന്നാൽ സുരേന്ദ്രൻ ചേട്ടന് ഒരു രക്ഷയുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാർത്ത കൊടുത്തു. അതിലപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്ന് ഹോൾഡ് ചെയ്യും സന്ദീപ് വാര്യർ. ഇപ്പൊ ദീപക് ധർമ്മടം ടെലിഫോൺ ലൈനിൽ നിൽക്കുകയാണ്. ദീപക് ധർമ്മടം, സന്ദീപ് വാര്യർ പറയുന്നത് താങ്കളുടെ സോഴ്സ് എന്ന് പറയുന്നത് BJP-യുടെ സെക്രട്ടറി തന്നെയാണ്. ആ സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് താങ്കൾ ഈ വലിയ വാർത്ത, അത് സന്ദീപ് വാര്യർക്ക് നന്നായിട്ട് അറിയാമെന്നാണ് പറയുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? സന്ദീപ് നമസ്കാരം. സന്ദീപ് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു, ഞാൻ കുറച്ചു കാലം ജന്മഭൂമിയിലും അമൃത TV-യിലൊക്കെ ഏതാണ്ട് 10-25 വർഷം ജോലി ചെയ്ത ആളാണ്. പിന്നെ BJP-യുടെ ദേശീയ എക്സിക്യൂട്ടീവ് ഉൾപ്പെടെ നിരവധി വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്ത ഒരു ജേർണലിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ സുവർണപ്രസാദ് എന്ന് പറയുന്ന ഒരാളെ സോഴ്സാക്കി വെക്കേണ്ട ഒരു അവസ്ഥ ദീപക് ധർമ്മടം എന്നൊരു ജേർണലിസ്റ്റിന് 24-ന്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എടുത്തിന് ഇല്ല എന്ന് സന്ദീപ് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. മാത്രവുമല്ല, ഈ വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കെ സുരേന്ദ്രൻ്റെ വൃത്തങ്ങളെ ബന്ധപ്പെട്ടത്. അതിനു മുമ്പ് നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ല. അതായത് കെ സുരേന്ദ്രൻ ഇന്നലെയാണ് രാജ്യസന്നദ്ധത ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്. പക്ഷേ എന്നാൽ ഇന്ന് കാലത്ത് മാത്രമാണ് നമുക്ക് ഈ വിവരം ദേശീയ നേതൃത്വത്തിലെ നമ്മളെ സോഴ്സിൽ നിന്നും ലഭിക്കുന്നത്. സന്ദീപിന് അറിയായിരിക്കുമല്ലോ, മിക്കവാറും BJP-യുടെ പ്രധാന നേതാക്കളെയെല്ലാം, ദേശീയ നേതാക്കളെയെല്ലാം അഭിമുഖം നടത്താനും അവരോടൊപ്പം യാത്ര ചെയ്യാനൊക്കെ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഉൾപ്പെടെ ഒപ്പം യാത്ര ചെയ്യാൻ അവസരം അദ്ദേഹം ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ആയ സമയത്ത് ഉൾപ്പെടെ കിട്ടിയ ഒരാളാണ്. സന്ദീപിന് അറിയാവുന്ന കാര്യമാണത്. അപ്പോൾ അത്തരം വിമർശനമാണത്, താങ്കൾ അതിനെ രാഷ്ട്രീയമായി കാണും. നമ്മൾ പറയില്ല, അത് സന്ദീപ് തന്നാലും നമ്മൾ പറയില്ലല്ലോ. അതെ, സന്ദീപ്, ഇതിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ദേശീയ നേതൃത്വത്തിനെ കെ സുരേന്ദ്രൻ ഇക്കാര്യം അറിയിച്ചു. പക്ഷേ ദേശീയ നേതൃത്വം ഈ കാര്യത്തിൽ ഒരു വിശദമായ പരിശോധനയിലേക്ക് കടക്കാൻ പോകുന്നു. ഒരുപക്ഷെ സന്ദീപ് ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ടു പോയതിൻ്റെ ഉൾപ്പെടെ പശ്ചാത്തലം പരിശോധിച്ചേക്കാം. അങ്ങനെ ഒരു പരിശോധനയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ദേശീയ നേതൃത്വം മനസ്സിലായത്. മറ്റല്ലാതെ ഈ വാർത്ത ഏതെങ്കിലും രീതിയിൽ കെ സുരേന്ദ്രൻ തന്നു കൊടുക്കാൻ
ആണെങ്കിൽ സ്വാഭാവികമായിട്ടും കെ സുരേന്ദ്രൻ്റെ വാർത്താ സമ്മേളനം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. 12 മണിക്ക് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനമുണ്ട്. പക്ഷേ 24 ഈ വാർത്ത ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിലേക്ക് നമ്മൾ ബന്ധപ്പെട്ടത്. അവരുടെ പ്രതികരണത്തിനാണ് ബന്ധപ്പെട്ടത്. അവർ ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഏതായാലും ദേശീയ നേതൃത്വം കൃത്യമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്, കെ സുരേന്ദ്രൻ്റെ രാജി സന്നദ്ധത ലഭിച്ചു കഴിഞ്ഞു. ദീപക്, ഇനി സന്ദീപ് വാര്യരിലേക്ക്. സന്ദീപ് വാര്യർ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. സന്ദീപ് വാര്യർ, യഥാർത്ഥത്തിൽ ദീപക് തർമ്മടം പറയുന്ന അദ്ദേഹത്തിന്റെ സോഴ്സ് അങ്ങനെയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു സോഴ്സ് തർക്കം വേണ്ടെങ്കിൽ പോലും അദ്ദേഹം 15 വർഷമായിട്ട് ദീർഘകാലമായിട്ട് മാധ്യമരംഗത്തുള്ള വ്യക്തിയാണ്. വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ആൾ. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ BJPയുടെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഇത്തരം ഒരു വാർത്ത അല്ലെങ്കിൽ ഇത്തരമൊരു ലീക്ക് പുറത്തു പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്തിലധികമായിട്ട് കേന്ദ്ര BJP നേതൃത്വം എപ്രകാരമാണ് വാർത്തകളെ കൈകാര്യം ചെയ്യുന്നതെന്നും മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എനിക്ക് നേരിട്ട് അറിയുന്ന ആളായതുകൊണ്ട് അത്തരത്തിൽ ഒരു ലീക്കും ഒരു മാധ്യമ സ്ഥാപനത്തിനും BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് കിട്ടില്ല എന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. എനിക്ക് ആ പാർട്ടിയുടെ മെക്കാനിസം അറിയുന്നതുകൊണ്ട് പറയുകയാണ്. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ നിഷേധിക്കുന്നില്ല, ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കാം, ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ വാർത്തയിൽ പറയുന്നത് ഇപ്പൊ അങ്ങ് ചോദിച്ചല്ലോ, അങ്ങനെ രാജ്യസന്നദ്ധ അറിയിക്കാനല്ലേ പറ്റും. അങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തിന് ഓൾ ഇന്ത്യ പ്രസിഡന്റ് ഒരു രാജിക്കത്ത് അയക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? ഒരു ഇമെയിൽ അയച്ചാൽ മതിയല്ലോ, ഞാൻ രാജിവെക്കുകയാണ്, എനിക്കിനി തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു രാജിക്കത്ത് അയക്കാൻ പ്രയാസമൊന്നുമില്ല. അപ്പൊ രാജി സന്നദ്ധത അറിയിക്കുക എന്നൊരു പരിപാടിയൊന്നും BJP ഇല്ല. ഞാൻ ഒന്നുകൂടെ ചോദിച്ചാൽ, സന്ദീപ് വാര്യരുടെ ദൃഷ്ടിയിൽ ഈ രാജി സന്നദ്ധതയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജിയോ ഒക്കെ തന്നെ മനഃപൂർവ്വം കൊണ്ടുവരുന്ന ഒരു നാടകം തന്നെയാണെന്നാണോ, ഒരു രാഷ്ട്രീയ നാടകമാണ് എന്നാണോ താങ്കൾ കരുതുന്നത്? ഇപ്പോഴും 100% രാഷ്ട്രീയ നാടകമാണ്. ഒരു തരത്തിലും രാജിവെക്കാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ രാജിവെച്ചതിന് ശേഷം പത്രക്കുറിപ്പ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ രാജിവെക്കുന്ന സമയത്ത് വേണമെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിന് നിങ്ങളുടെ രാജി ഇപ്പൊ സ്വീകരിക്കുന്നില്ല എന്ന് പറയാം. അതാണല്ലോ മര്യാദ. അപ്പൊ അത് അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് രാജി സന്നദ്ധ എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ്, PR എക്സസൈസ് ആണ്. അതിലപ്പുറം ഒന്നുമില്ല. പക്ഷേ അവരെ PR ഇതിനകത്തൊരു ചെറിയ പ്രോബ്ലം ഉള്ളത്, അതായത് കേന്ദ്ര നേതൃത്വത്തോട് ആദരവ് പുലർത്തുകയും BJP എന്ന പ്രസ്ഥാനത്തോട് കൂറുപുലർത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ സംസ്ഥാന അധ്യക്ഷ പദവി പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കസേര വേണ്ടെന്ന് വെക്കുമ്പോൾ അദ്ദേഹം അവരുടെ അനുവാദത്തോട് തന്നെ ഇറങ്ങിപ്പോകുന്നതല്ലേ കുറച്ചുകൂടി അദ്ദേഹത്തിന് നല്ലത്? പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഇന്നുകൊണ്ട് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് വനവാസത്തിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ സന്ദീപ് വാര്യർ അല്ല കെ സുരേന്ദ്രൻ എന്നതുകൊണ്ട് അങ്ങനെ രാജി വേണ്ടെന്ന് വെച്ചാണെങ്കിലോ? അഭിപ്രായം എനിക്കില്ല. അദ്ദേഹം ഈ പാർട്ടിയെ ഉത്തരോത്തരം ഇതുപോലെ തന്നെ നയിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെന്തിനാ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോ? ഹലോ, അതെന്തിനാ ആഗ്രഹിക്കുന്നത്? ഈ പാർട്ടി കൂടുതൽ തകർച്ച നേരിടണമെന്ന് ആഗ്രഹിച്ചിട്ടോ? അല്ല, BJP ശക്തിപ്പെടണമെന്ന് കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഞാൻ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെ ആഗ്രഹം. ഞാൻ പറയുന്നത് അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ധിക്കാരത്തിന്റെയും ഒക്കെ പ്രതിരൂപമായിട്ട് ഇത്തരം നേതാക്കൾ തന്നെ അതിനെ മുന്നോട്ട് നയിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ പാർട്ടിക്ക് തളർച്ചയുണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ എന്തായാലും ഇക്കാര്യത്തിൽ ഇതിൽ BJPയുടെ 2 പക്ഷങ്ങളുണ്ട്. ഇപ്പൊ ഈ 2 പക്ഷങ്ങൾ ഇപ്പൊ വന്നത് എങ്ങനെയാ? ഇപ്പോ സുരേന്ദ്രനെ അടിക്കാൻ അവർക്ക് അദ്ദേഹം ഏറ്റവും വീക്കായി നിൽക്കുന്ന ഒരു സാഹചര്യം കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് സുരേന്ദ്രനെതിരെ ആഞ്ഞടിക്കാന്ന് വരുന്നു. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ സന്ദീപ് വാര്യർ, അതായത് താങ്കളെ കുറിച്ച് വളരെ നിശ്ചിതമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ചൊരിഞ്ഞവരാണ് BJPയിലെ മിക്ക നേതാക്കന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ. പ്രത്യേകിച്ചും താങ്കൾ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഒരു മലവെള്ളം വരുന്ന പോലെയായിരുന്നു വിമർശനങ്ങൾ വന്നത്. പക്ഷേ എന്നാൽ കെ സുരേന്ദ്രൻ താഴെ വീഴുന്നു എന്നൊരു സംഭവം വന്നപ്പോൾ അദ്ദേഹത്തിന് എതിർ കക്ഷിക്കാർ താങ്കളോട് പ്രസ്താവന ഇറക്കാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? അവര് ഇൻഡയറക്റ്റ് ആയിട്ട് ഞാനുമായിട്ട് പരിചയമുള്ള ആളുകളോടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ എന്നൊക്കെ രീതിയിൽ ഞാൻ പറഞ്ഞു എനിക്കത് സാധ്യമല്ല, ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കോടാലെ കയ്യാവാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ഞാൻ ആദ്യം പറഞ്ഞത് എന്റെ പ്രക്ഷേപണം അവസാനിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, ഒരു കാര്യം കൂടി മാത്രം ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രക്ഷേപണ പരമ്പര അവസാനിപ്പിക്കാം. അതായത് ഇന്നലെ വി മുരളീധരനോട് ഈ സംസ്ഥാന തലത്തിലുള്ള BJP പ്രശ്നങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങൾ മഹാരാഷ്ട്രയിലേക്ക് ചൊല്ലൂ, അവിടുത്തെ കാര്യങ്ങൾ എന്നോടൊന്ന് ചോദിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഊറി ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. വി മുരളീധരൻ്റെ സാധാരണയുള്ള ചിരിയാണോ അതോ ചിരിക്കപ്പുറം അർത്ഥങ്ങളുണ്ടോ എന്നറിയില്ല. പക്ഷേ വി മുരളീധരൻ കെ സുരേന്ദ്രനെ കൈവിട്ടു എന്ന രീതിയിലാണ് പിന്നെ 24 ഉൾപ്പെടെയുള്ള ചാനലുകളൊക്കെ വാർത്ത കൊടുത്തത്. അപ്പോൾ വി മുരളീധരൻ ഏറ്റവും താല്പര്യത്തോടെ കാത്തു സൂക്ഷിച്ച ഒരു മുത്താണ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മുത്തിനെ കൈവിട്ടോ? അല്ല, വി മുരളീധരനോട് നിങ്ങൾ ഇതിനേക്കാൾ നല്ലൊരു ഉത്തരം കിട്ടണമെങ്കിൽ പെട്രോളിന്റെ വിലക്കയറ്റത്തെ കുറിച്ച് ചോദിച്ചാൽ മതി. അത് ഇതിനേക്കാളും ഭേദമായിട്ട് അദ്ദേഹം മറുപടി പറയും. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക്
കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ഉത്തരം പറയണ്ടേ. അതായത് കേരളത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് സംബന്ധിച്ച് കൺവിൻസിംഗ് ആയിട്ട് ഉത്തരം ജനങ്ങൾക്ക് കൊടുക്കാൻ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ബാധ്യസ്ഥരാണ്. ഞാൻ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യം ഞാൻ പറയുന്നുണ്ടല്ലോ, അതല്ലെങ്കിൽ ബാക്കി എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇത്തരം സാഹചര്യം വരുന്ന സമയത്ത് അവരവരുടെ പാർട്ടിയിലെ വിഷയങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് മറുപടി പറയുമല്ലോ. അപ്പോൾ സ്വന്തം പാർട്ടിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാടാണല്ലോ ഇപ്പം മുരളീധരൻ പറഞ്ഞിട്ടുള്ളത്. സന്ദീപ് വാര്യർ ഇതൊക്കെ പുതിയ മേച്ചിൽ പുറത്തേക്ക് പോയി, പുതിയ പാർട്ടിയിൽ ചേർന്നു. അവിടെ സിറ്റുവേഷനൊക്കെ വളരെ ഗുണകരമായിട്ട് തുടരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് സന്ദീപ് വാര്യരുടെ ഒരു വളർച്ച ആഗ്രഹിക്കുന്ന ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ളതല്ലേ ഞാൻ പറയുകയാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞ ഞാനൊരു കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകനായിട്ട് നിൽക്കുകയാണ്. എനിക്കതിൽ യാതൊരു മനപ്രയാസവും. ഞാൻ വളരെ എന്താ പറയുക, ഞാൻ നേരത്തെ ഏതൊക്കെ നിലപാടുകൾ പറഞ്ഞു, ഞാൻ പാർട്ടി BJP വിടുന്ന സമയത്ത് പറഞ്ഞ ആ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകനായിട്ട് ഇനിയുള്ള കാലം മുന്നോട്ട് പോകും. Okay, all the best, Sandip Warrior. Thank you for joining in Morning Show.